സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. പുടിൻ ട്രംപിനെ മിസൈലുകൾ കൊണ്ട് വിരട്ടി കുഴപ്പത്തിലാക്കിയപ്പോൾ ഇറാൻ തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിക്കുകയാണ്. രണ്ട് ശ്രദ്ധേയ പ്രസ്താവനകളാണ് ഇറാൻ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഒന്ന്, അമേരിക്കയുമായി ഉടൻ ഒരു ചർച്ചയുമില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണിത്. അത് അരാക്ചി ആവർത്തിച്ച് ഉറപ്പിക്കുന്ന സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നത് പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റേതാണ്. ആണവ കേന്ദ്രങ്ങൾ പഴയതിലും ശക്തിയായി പുനർനിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പശ്ചിമേഷ്യയിൽ ഉണ്ടായത് ഇസ്രയേലിനെ ശക്തമായി വിമർശിച്ച് ഒമാൻ രംഗത്തെത്തി എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ദീർഘദൂര ക്രൂയിസ് മിസൈലായ ടോമോഹോക്ക് യുക്രൈന് ഇപ്പോൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് വാക്കുമാറ്റി. അതും പുടിന്റെ ആണവ പോർമുനയുള്ള ആയുധങ്ങളുടെ പരീക്ഷണത്തിന്റെ ബാക്കി പത്രമാണെന്ന് നമുക്ക് പറയാം. അതായത് ഇറാനും റഷ്യയും കൂടുതൽ കരുത്തോടെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് നോക്കിക്കാണാം. പശ്ചിമേഷ്യയിലും റഷ്യയിലുമായി ഉരുത്തിരിയുന്ന പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. ഒന്ന്, ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ച നടത്താൻ തങ്ങൾക്ക് തിടുക്കമില്ല. രണ്ട്, ഇസ്രയേലിനെതിരെ പശ്ചിമേഷ്യയിൽ ഒരു പൊതുവികാരം രൂപപ്പെട്ടു വരുന്നുണ്ട്, അത് ഞങ്ങൾ നോക്കിക്കാണുകയാണ്. മൂന്ന്, ആക്രമണങ്ങളിൽ തകരാതെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങളുടെ കൈവശമുണ്ട്. ഐക്യരാഷ്ട്രസഭ പുനഃസ്ഥാപിച്ച ഉപരോധങ്ങളിൽ നിന്നും സാമ്പത്തിക ഒറ്റപ്പെടുത്തലുകളിൽ നിന്നും ഇറാൻ നേരിടുന്ന വലിയ വെല്ലുവിളികൾ, അതിൽ നിന്നുള്ള സമ്മർദ്ദത്തിനിടയിലും അരാക്ചി ഈ പറയുന്ന നിലപാടിന് പിന്നിൽ മറ്റൊരു കരുനീക്കം കൂടിയുണ്ട്. അത് റഷ്യ സമീപകാലത്ത് ട്രംപിനെതിരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ പിൻപറ്റിയുള്ള നീക്കങ്ങളാണ്. മാത്രമല്ല ഇസ്രയേലിനെതിരെ പശ്ചിമേഷ്യയിൽ നിന്നും ഉയരുന്ന പുതിയ ശബ്ദങ്ങളും അതിന് കാരണങ്ങളാണ്. അരാക്ചി പറഞ്ഞതിലേക്ക് നമുക്ക് വിശദമായി പോയാൽ, ഇറാന്റെ താല്പര്യങ്ങളെ കൂടി പരിഗണിച്ച് തുല്യതയോടെ സംസാരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നുവെങ്കിൽ പരോക്ഷ ചർച്ചയ്ക്ക് ഇറാനും തയ്യാറാണ്. എന്നാൽ ചർച്ച വീണ്ടും തുടങ്ങാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ അനീതി നിറഞ്ഞതും യുക്തിരാഹിത്യവുമാണെന്ന് അരാക്ചി പറയുന്നു. എന്തൊക്കെയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ? അത് നോക്കാം. നേരിട്ടുള്ള ചർച്ച വേണം, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണം, ഇറാനിയൻ മിസൈൽ ശേഖരത്തിനും പ്രാദേശിക സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിന് പരിധി വേണം. ഇങ്ങനെയുള്ള നിബന്ധനകളാണ് അമേരിക്ക ചർച്ചകൾ പുനരാരംഭിക്കാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിബന്ധനകൾ വെച്ച് ചർച്ച അസാധ്യവുമാണ്. അവർക്ക് തിടുക്കമില്ലെന്ന് തോന്നുന്നു, ഞങ്ങൾക്കും തിടുക്കമില്ല എന്നാണ് അരാക്ചി ഇതിനെ കൂട്ടിച്ചേർത്ത് പറയുന്നത്. തീർത്തും അപ്രതീക്ഷിതമായി ഒമാൻ ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നതിനെ പശ്ചിമേഷ്യയിലെ പുതിയ നീക്കവുമായി കൂട്ടിവായിക്കുകയാണ് അരാക്ചി. എന്താണ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി മനാമ ഡയലോഗ് 2025 എന്ന മേഖലാ ഫോറത്തിൽ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ ഉറവിടം ഇറാനല്ല, ഇസ്രയേലാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ആദ്യമായാണ് ഒമാൻ ഇത്തരമൊരു നിലപാട് വ്യക്തമായി പറയുന്നത്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വീടുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ തകർക്കുന്നതും ജനങ്ങൾക്ക് വെള്ളം, ഭക്ഷണം എന്നിവ നിഷേധിക്കുന്നതും സ്വയം പ്രതിരോധമല്ല. അങ്ങനെയാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. അതൊരു സ്വയം പ്രതിരോധമല്ല എന്ന് ഊന്നി പറയുകയാണ് ഒമാൻ വിദേശകാര്യമന്ത്രി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്ന ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണം. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതാണ് ഇവിടെ സമാധാനത്തിനുള്ള ഏക പോംവഴി. നെതന്യാഹുവിൻ്റെ ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതികളെ ഒമാൻ പൂർണ്ണമായും തള്ളുന്നു. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ഒമാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ബദർ ബിൻ ഹമ്മദ് വ്യക്തമാക്കി. നമുക്കറിയാം, അമേരിക്കയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ. ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ പല വിഷയങ്ങളിലും ഒമാനാണ് മധ്യസ്ഥ റോളിൽ ഉള്ളത്. ഇറാനെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലേക്ക് എത്തിച്ചതും ഒമാന്റെ മുൻകൈയിലായിരുന്നു. ഇറാനും അമേരിക്കയുമായി 6ാം റൗണ്ട് ആണവ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. എന്തായാലും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഒമാൻ വഴി ട്രംപ് ഭരണകൂടം ഇറാനിലേക്ക് പുതിയ സന്ദേശം അയച്ചിട്ടുണ്ട്. സന്ദേശം ലഭിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ളടക്കം അവർ പുറത്തുവിട്ടിട്ടില്ല. അത് ശ്രദ്ധേയമാണ്. മാത്രമല്ല സന്ദേശം അയച്ചതായി വൈറ്റ് ഹൗസ് പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനും അമേരിക്കയും വീണ്ടും നയതന്ത്ര ചർച്ചകൾ തുടങ്ങണമെന്ന ഒരു നിർദ്ദേശം ഒമാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വച്ചിരുന്നു. ഈ അഭിപ്രായ പ്രകടനത്തിന് ഇടയ്ക്കാണ് അരാക്ചി പുതിയ നിലപാടുമായി, അതായത് ചർച്ചയെ അമേരിക്കയുമായി ഇല്ല എന്ന നിലപാടുമായി വരുന്നത് എന്നത് ഏറെ സൂക്ഷ്മതയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്.
അരാക്ചി അൽ ജസീറ അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചന നൽകിയിട്ടുണ്ട് എന്നാണ്. ഒപ്പം റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെക്കുറിച്ചും അരാക്ചി അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള ഏകദേശം 400 കിലോഗ്രാം, അതായത് 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയത്തിൽ ഏതാണ്ട് മുഴുവനും US-ഉം ഇസ്രയേലും ബോംബിട്ട ആണവ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതുവരെ അവയെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഈ യുറേനിയത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള കൃത്യമായ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെട്ടത് എന്താണ്? ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർത്തു, സമ്പുഷ്ടീകരിച്ച യുറേനിയം തകർത്തു, അല്ലെങ്കിൽ യുറേനിയം ഇല്ലാതാക്കി എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് ഞങ്ങൾ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. അരാക്ചി പറഞ്ഞതിനൊപ്പമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ വാക്കുകളെ കൂടി നമുക്ക് ചേർത്ത് വായിക്കാൻ. ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന ഇറാന്റെ ആണവ പദ്ധതികൾ കരകയറുമെന്നും അത് പഴയതിലും ശക്തമായി പുനർനിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് പെഷഷ്കിയാൻ പറഞ്ഞത്. രാജ്യത്തിന്റെ ശാസ്ത്രപരമായ വൈദഗ്ധ്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. കെട്ടിടങ്ങൾ നശിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാകില്ല. ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ആവശ്യമായ ആണവ വൈദഗ്ധ്യം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ആണവ സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പെഷഷ്കിയാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ റഷ്യ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടുന്നു. അതിനിടയ്ക്ക് ഇറാൻ അതിന് അനുസൃതമായ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുതൽ പിന്തുണ നേടാനും ഇറാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇറാൻ നടത്തുന്നു. ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ച സാഹചര്യത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനും ഇറാൻ നോക്കുന്നു. ഒരുമിച്ച് നിന്നില്ല എങ്കിൽ ഉള്ള അപകടം കൂടുതൽ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ ഇസ്രയേലിനെതിരായ ഒരു പൊതുവികാരമാക്കി മാറ്റാനാണ് ഇറാനും തുർക്കിയും പോലുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇതെല്ലാം റഷ്യൻ നിലപാടുകളെ ചുവട് പിടിച്ചാണ് എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ പൊതുവെ വിലയിരുത്തുമ്പോൾ നോക്കിക്കാണാൻ കഴിയുക. ഇതിനിടയ്ക്കാണ് യുക്രൈന് ടോമോഹോക്ക് മിസൈൽ ഇപ്പോൾ നൽകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയ കാര്യം കൂടി വരുന്നത്. ടോമോഹോക്ക് മിസൈലുകൾക്ക് നമുക്കറിയാം 2500 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇത് മോസ്കോ ഉൾപ്പെടെയുള്ള റഷ്യയുടെ അകംഭാഗങ്ങളിൽ വരെ ആക്രമണം നടത്താൻ ഈ മിസൈൽ കയ്യിലുണ്ടെങ്കിൽ യുക്രൈന് സാധിക്കും. ഈ മിസൈൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഖത്തറിൽ നിന്ന് അമേരിക്ക പ്രയോഗിച്ചിരുന്നു, അതുകൂടി ഓർക്കണം. ടോമോഹോക്ക് മിസൈൽ യുക്രൈന് നൽകിയാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ടോമോഹോക്ക് യുക്രൈന് നൽകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതോടെയാണ് 14,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈലായ ബ്യൂറോവെസ്നിക് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത്. വാഷിംഗ്ടണിന് വരെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന മിസൈൽ, ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും റഷ്യയിൽ നിന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈൽ, അതാണ് ഇതിനെക്കുറിച്ച് പുടിൻ്റെ അവകാശവാദം. അത്തരമൊരു മിസൈൽ പരീക്ഷിച്ചത്. ഇതിന് പിന്നാലെയാണ് ട്രംപ് ആണവ പരീക്ഷണങ്ങൾ നടത്താൻ അമേരിക്കൻ യുദ്ധകാര്യ മന്ത്രാലയത്തിന് ഉത്തരവ് നൽകിയത്. ഇപ്പോൾ ടോമോഹോക്ക് യുക്രൈന് നൽകില്ല എന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നിൽ റഷ്യ സൃഷ്ടിച്ച ഈ സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, തങ്ങൾക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം പ്രഖ്യാപിച്ചതിന് ശേഷം പുടിൻ നടത്തുന്ന നീക്കങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധേയമാണ്. ബ്യൂറോവെസ്നിക്കിന് പിന്നാലെ ആണവശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. മാത്രമല്ല, ഉത്തര കൊറിയയുമായി ഇറാനുമായും തിരക്കിട്ട ചില കൂടിയാലോചനകളും റഷ്യയുടെ തലസ്ഥാനമായ ക്രെംലിൻ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ഇപ്പോൾ റഷ്യൻ പ്രധാനമന്ത്രി മിഖായേൽ മിഷുസ്റ്റിൻ ചൈനയിലാണുള്ളത്. അത് ശ്രദ്ധിക്കണം. ഊർജം, വ്യവസായം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ബീജിങ്ങുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാനാണ് സന്ദർശനമെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ട്രംപുമായി ചൈനീസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് റഷ്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നത് എന്നതാണ്. ഷീ ജിങ് പിങ്ങുമായി ഈ മിഷുസ്റ്റിൻ കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ പ്രധാനമന്ത്രി വഴി പുടിൻ ഷീക്ക് എന്തെങ്കിലും സന്ദേശം അയക്കുമോ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു ചോദ്യം. ചൈനയുമായി അതിരുകളില്ലാത്ത പങ്കാളിത്തമാണ് റഷ്യ ആഗ്രഹിക്കുന്നത് എന്നാണ് പുടിൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്. ട്രംപിനെതിരെ റഷ്യ മുന്നിൽ നിന്ന് കളിക്കുന്നു. ആ സമ്മർദ്ദങ്ങളിൽ ട്രംപ് പല പാഴ് പ്രസ്താവനകളും നടത്തുന്നു. അതിനിടയ്ക്ക് മറ്റ് സൂക്ഷ്മമായ നയതന്ത്ര നീക്കങ്ങളുമായി
റഷ്യ മുന്നോട്ട് പോകുന്നു. ഇറാനും അവരുടെ വഴിയിൽ നയതന്ത്ര സൗഹൃദങ്ങൾ കൂട്ടുന്നു. ചൈന സാമ്പത്തികമായ സ്ഥിരത നിലനിർത്തുന്നതിനൊപ്പം റഷ്യയുമായും ഇറാനുമായുള്ള ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇതിനിടയ്ക്ക് കാണാൻ പറ്റും. സാമ്പത്തികമായും സാമൂഹ്യമായും ഉത്തര കൊറിയയെ ചൈന പിന്താങ്ങുന്നതും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ട്രംപിനെതിരെ കൃത്യമായ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും. അത് പക്ഷേ പ്രത്യക്ഷത്തിൽ വ്യക്തമല്ല എന്ന് മാത്രം. പക്ഷേ കൂടുതൽ നമ്മൾ സൂക്ഷ്മമായി ഇതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയും ചെയ്യും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് പേജിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.